ആയുധപ്പുരയുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആയുധം വാങ്ങുകയും ഇന്ത്യയിൽ തന്നെ ചില ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണികളെ കൂടുതലായി തന്നെ നേരിടാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായി കൂടുതൽ റാഫേൽ വിമാനങ്ങൾ അവിടെ ഭാരതം വാങ്ങാനായി തന്നെ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിക്കുന്നതിനായി തന്നെ 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിയിൽ റാഫേൽ വിമാനങ്ങളുടെ എണ്ണം ആധുനികമായ വകഭേദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലുള്ള റാഫേൽ വിമാനങ്ങൾക്ക് പുറമെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്കുള്ള F4, F5 വകഭേദങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദീർഘകാല പദ്ധതിയുടേതാണ് പുതിയ വിവരങ്ങൾ. ഏകദേശം 200ഓളം റാഫേൽ വിമാനങ്ങൾ അവിടെ സ്വന്തമാക്കിക്കൊണ്ട് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ അംഗബലം ഉയർത്താനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ കരാറിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 114 വിമാനങ്ങളിൽ ഭൂരിഭാഗവും, അതായത് ഏകദേശം 90 എണ്ണം വരെ റാഫേലിന്റെ F4 അതായത് ആ നിലവാരത്തിലുള്ളവയായിരിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. ബാക്കിയുള്ള 24 എണ്ണമാകട്ടെ ഭാവിയിലെ ഏറ്റവും കരുത്തുറ്റ F5 അതായത് സൂപ്പർ റാഫേൽ വകഭേദങ്ങളായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു. കരാർ അനുസരിച്ച് ആദ്യത്തെ 18 വിമാനങ്ങൾ അവിടെ ഫ്രാൻസിൽ നിന്ന് നേരിട്ടെത്തും. ബാക്കിയുള്ള 96 വിമാനങ്ങൾ ഇന്ത്യയിൽ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവുമായി ചേർന്നുകൊണ്ട് അവിടെ ഒരു ഏവിയേഷൻ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിലൂടെ തന്നെ 60% തദ്ദേശീയമായ സാങ്കേതികവിദ്യ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2030 കൂടി തന്നെ വികസിപ്പിക്കുമെന്ന് കരുതുന്ന F5 വകഭേദം 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കരുത്തിലുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോണുകളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ലോയൽ അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ, അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്നിവ ഇതിൽ പ്രത്യേകമായി തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണികളെ നേരിടാൻ റാഫേലിന്റെ ഈ പുതിയ പതിപ്പുകൾക്ക് ഇന്ത്യ ഏറെ സഹായകരമായിരിക്കും. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള 36 റാഫേൽ വിമാനങ്ങളാകട്ടെ F3R നിലവാരത്തിലുള്ളവയാണ്. ഇവയെയും ഭാവിയിൽ F4 നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും അതിർത്തികളിലും അതേപോലെ വ്യോമ ആധിപത്യം ഉറപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വരാനിരിക്കുന്ന സന്ദർശനങ്ങളിൽ ഈ കരാർ സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.